ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി പപ്പായ വെച്ചുണ്ടാക്കുന്ന രണ്ട് നല്ല വിഭവങ്ങളാണ്. രണ്ടും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ ഇതുണ്ടെങ്കിൽ വേറെ കറിയൊന്നും നമ്മൾക്ക് ആവശ്യമില്ല. ഒരു പപ്പായ കൊണ്ട് തന്നെ ഇത് രണ്ടും നമ്മൾക്ക് ഉണ്ടാക്കാനും പറ്റും. ഞാനിവിടെ പകുതി പപ്പായയാണ് ഒരു കറി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. പപ്പായ കട്ട് ചെയ്യാനായിട്ടുള്ള ഈസി മെത്തേഡ്, ഇതിൻ്റെ നടുവിലൊന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് രണ്ട് സൈഡും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് കട്ടിംഗ് ബോർഡിൽ തിരിച്ച് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി കട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ ആദ്യം നടുഭാഗം കട്ട് ചെയ്യുക, അതിൻ്റെ സീഡെല്ലാം കളയുക, എന്നിട്ട് രണ്ട് സൈഡും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് കട്ടിംഗ് ബോർഡിൽ തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പപ്പായ ക്ലീൻ ചെയ്യുമ്പോൾ കയ്യിൽ നിന്നൊക്കെ വഴുക്കി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം നമ്മളുടെ പപ്പായ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ ഒരു കറി ഉണ്ടാക്കാൻ എടുക്കുന്നുണ്ട്, മറ്റേ ഭാഗം വേറെ കറി ഉണ്ടാക്കാനായിട്ടാണ് എടുക്കുന്നത്. അപ്പം രണ്ടും രണ്ട് തരത്തിൽ വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. ആദ്യത്തെ ഭാഗം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്, നന്നായി കഴുകിയെടുക്കുക. ഇനി ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് നമ്മൾക്ക് പുരട്ടി വയ്ക്കാം. നമ്മൾ ഇതിനകത്തോട്ട് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ വഴറ്റി വരുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് പാകമായിരിക്കും. അത്രയും സമയം നമ്മൾക്ക് പുരട്ടി വെച്ചാൽ മതി. ഇനി ഈ കറിക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 25 അല്ലെങ്കിൽ 30 തന്നെ എടുക്കുക. ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ സവാള എടുത്താലും മതി. ചെറിയ ഉള്ളി ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അത് ചെറുതാക്കി ഒന്ന് അരിഞ്ഞു കൊടുക്കുക. പിന്നെ വേണ്ടത് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, രണ്ടും 1/4 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. 2 പച്ചമുളക് നടു കീറിയിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, പിന്നെ 2 മീഡിയം തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തേങ്ങയാണ്. 1 കപ്പ് തേങ്ങയും 4 ചെറിയ ഉള്ളിയും 1/4 ടീസ്പൂൺ ജീരകവും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ല പോലെ ഇത് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇതും കൂടെ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് ഇത് വഴറ്റാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം 2 കഷ്ണം കറുവാപ്പട്ട ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴന്നു വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾക്ക് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിക്ക് പകരം 2 സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്താലും മതി. ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് കുറച്ചൊന്ന് ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കുക. ഇപ്പം ഇതിവിടെ പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, ഇത്രയും ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തീ നല്ലപോലെ കുറച്ചിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം ചട്ടി ആയതുകൊണ്ട് ഇത് നന്നായി ചൂടായിട്ടുണ്ടായിരിക്കും. എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ പൊടികൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയെല്ലാം നല്ലപോലെ ഉടഞ്ഞു വരണം. അത്രയും നേരം വഴറ്റിയെടുക്കണം. ഇപ്പം തക്കാളിയെല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ കൂടെ പുരട്ടി വെച്ച പപ്പായാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പപ്പായ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടിരിക്കുന്ന ചട്ടിക്കകത്ത് നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി പപ്പായ ഈ മസാലയ്ക്കകത്ത് കിടന്നൊന്ന് വെന്ത് വരണം. അതിനായിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. തീ നല്ലപോലെ കുറച്ച് വയ്ക്കുക. ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് അടുത്ത വിഭവം കൂടെ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് പകുതി പപ്പായ ഇതേപോലെ ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. നമ്മൾ അച്ചാറിനൊക്കെ മാങ്ങ അരിയുന്ന പോലെ അത്രയും ചെറുതാക്കി അരിയുക. നമ്മൾ പപ്പായ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചെറുതാക്കി അരിഞ്ഞ് പപ്പായ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അച്ചാറിന് ആവശ്യമായിട്ടുള്ള ബാക്കി ചേരുവകളൊക്കെ നമ്മൾ വഴറ്റി വരുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് പാകമായിരിക്കും. അത്രയും സമയം ഇത് പുരട്ടി വെച്ചാൽ മതി. ഇനി അച്ചാർ ഉണ്ടാക്കാനായിട്ട് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി നടു കീറിയത് 1 കപ്പ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ടാണ് ഇത് നടു കീറിയിട്ടുള്ളത്. ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ നടു കീറേണ്ട ആവശ്യമില്ല. 1 ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് 1/4 കപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ ഉണക്കമുളക് 10 എണ്ണം, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്തോട്ട് വയ്ക്കാം. അതിനകത്തേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അച്ചാർ ഉണ്ടാക്കുമ്പം എപ്പോഴും നമ്മൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്.
5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരണം. പൊട്ടി വന്നതിന് ശേഷം നമ്മൾക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയിലത്തേക്ക് വെള്ളമയം പോകണം. അത്രയും നേരം ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ നല്ലപോലെ കുറച്ച് വെക്കുക. ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ നന്നായി കുറച്ചതിന് ശേഷം വേണം പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട്. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. അച്ചാറിനകത്ത് ഉണക്കമുളക് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കായം പൊടി. കായത്തിൻ്റെ പൊടി എപ്പോഴും അച്ചാറിൽ നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താലാണ് ടേസ്റ്റ് ഉണ്ടായിരിക്കുക. എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾക്ക് നേരത്തെ നമ്മൾ പുരട്ടി വെച്ച പപ്പായയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് വേവണം. വേവാൻ ആവശ്യമായിട്ട് 1/4 കപ്പ് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. പപ്പായ നമ്മൾ ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കുക. തീ നന്നായി കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് ഒരു പൊടിയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പപ്പായ ആയതുകൊണ്ട് ഇതിന് പുളിയൊന്നും കാണത്തില്ല. അതുകൊണ്ട് വിനാഗിരി എപ്പോഴും നമ്മൾ കുറച്ച് കൂടുതൽ ഒഴിക്കേണ്ടി വരും. മാങ്ങയൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഓൾറെഡി പുളി ഉണ്ടായിരിക്കും. നാരങ്ങയാണെങ്കിലും പുളി ഉണ്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരത്തുള്ളൂ. പക്ഷേ പപ്പായയിൽ പുളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് കുറച്ചധികം വിനാഗിരി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകിയിട്ടുണ്ട്. പപ്പായ എല്ലാം വെന്തിട്ടുമുണ്ട്. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മളുടെ പപ്പായ പിക്കിൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് തണുക്കുമ്പോഴത്തേക്കും കറക്റ്റ് പാകമായിട്ടുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പപ്പായ കറി വേവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തീ കുറച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. പപ്പായൊക്കെ നല്ലപോലെ ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കുക. കുറച്ച് വെള്ളം കൂടെ വേണ്ടി വരും. ഇതിപ്പം ഒരുപാട് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതോടെ നമ്മളുടെ പപ്പായ കറിയും റെഡിയായി കഴിഞ്ഞു. ഉപ്പെല്ലാം ആവശ്യത്തിന് നോക്കുക. എല്ലാം കൂടെ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പപ്പായ കറി ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾക്ക് ഇതിനകത്തോട്ട് താളിച്ചിടുകയാണ് വേണ്ടത്. എപ്പോഴും കറിക്കകത്ത് താളിച്ചിടുമ്പം അതിനൊന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് താളിക്കാനായിട്ട് വേറൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം 3 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് വേണ്ടത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏതാണ്ട് ബ്രൗൺ കളർ ആകുന്ന രീതിയിൽ വഴറ്റിയെടുക്കുക. ഇപ്പം കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് പപ്പായ കറിക്കകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും താളിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം കറിയൊന്ന് അടച്ചു വെക്കണം. അപ്പോഴാണ് അതിൻ്റെ മണമൊക്കെ നന്നായി പിടിക്കുക. നല്ലപോലെ ടേസ്റ്റും കൂടും. അതുകൊണ്ട് ഞാനിവിടെ കറിയൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിത് ഇളക്കാം. അങ്ങനെ പപ്പായ വെച്ചുണ്ടാക്കിയ 2 വിഭവങ്ങളും റെഡിയായി കഴിഞ്ഞു. രണ്ടും നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി നമ്മൾക്ക് ചോറുണ്ണാനായിട്ട്. വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ചിക്കൻ കറിയോ മീൻ കറിയോ ഇല്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റാണിത്. മാങ്ങ പിക്കിളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പപ്പായ വെച്ചുണ്ടാക്കിയ ഈ അച്ചാർ എന്തായാലും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്